ഐകമത്യ സൂക്തം. കലഹം മൂലം മറ്റ് കാരണങ്ങൾ കൊണ്ടും അകന്നു കഴിയുന്ന ദമ്പതികൾ, പ്രണയികൾ, സഹോദരങ്ങൾ, ബന്ധുക്കൾ ഇങ്ങനെ അകന്നു കഴിയുന്നവർ ഒന്നിക്കാൻ ഈ വേദസൂക്തം ഉപകരിക്കും, സഹായിക്കും എന്ന് വിശ്വസിച്ചു വരുന്നു. ഈ അഭിപ്രായത്തിൽ, ഒരേ അഭിപ്രായത്തിൽ എത്തിച്ചേരുവാനുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ വേദമന്ത്രങ്ങൾ. ലോക കല്യാണ ഗുണങ്ങൾക്കായി ഋഗ്വേദത്തിലെ അവസാന സൂക്തമെന്ന പ്രത്യേകതയും ഋഗ്വേദം ദശമണ്ഡലത്തിലെ 191 സൂക്തവുമാണ്. പ്രശ്നങ്ങളൊക്കെ മാറി സമാധാനവും സന്തോഷവും ആഗ്രഹിക്കുന്നവർക്ക് ഈ മന്ത്രം നിത്യം ജപിക്കുകയും ക്ഷേത്രങ്ങളിൽ പുഷ്പാഞ്ജലി അർച്ചന നടത്തുകയും ചെയ്താൽ ഈ ആഗ്രഹം സഫലമാകുമെന്ന് തീർച്ചയാണ്. രാവിലെ 7 തവണയും 21 തവണ സന്ധ്യാസമയവും ജപിക്കുന്നത് ഉത്തമമാണ്. ദേവീക്ഷേത്രങ്ങളിൽ ചൊവ്വ വെള്ളിയും, വിഷ്ണു ക്ഷേത്രത്തിൽ ബുധൻ വ്യാഴം, ശിവക്ഷേത്രത്തിൽ ഞായർ തിങ്കൾ, ശാസ്താവ് അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ശനിയാഴ്ചകളിലും അർച്ചനയ്ക്ക് ഉത്തമമായ ദിനങ്ങളാണ്. ദക്ഷിണാമൂർത്തിയെ ഗുരുവായി സ്വീകരിച്ച് ഈ മന്ത്രം തെറ്റില്ലാതെ ഉപാസിച്ച് ജപിക്കാവുന്നതാണ്. ഈ മന്ത്രങ്ങൾ ശാസ്ത്രീയമായ സാധ്യത തരും എന്നതിലുപരി സ്വന്തം തീരുമാനത്തിൽ എത്തിച്ചേരുന്ന അനുഭവമാണ് പ്രധാനം എന്നോർക്കുക. എല്ലാവർക്കും സുഖം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഐകമത്യ സൂക്തം. ഈ മന്ത്രത്തിൻ്റെ ഋഷി ആംഗിരസ സംവനന. ഇതിൻ്റെ ഛന്ദസ് അല്ലെങ്കിൽ വൃത്തം അനുഷ്ടുപ് തൃഷ്ടുഭൗ. ഈ മന്ത്രത്തിൻ്റെ ദേവത അഗ്നിസം ജ്ഞാനഞ്ച. ഓം സം സമിദ്യുവസേ വൃഷന്നഗ്നേ വിശ്വാന്യര്യ ആ ഇളസ്പദേ സമിധ്യസേ സനോ വസൂന്യാഭര. ഭക്തന്മാർക്ക് കാമങ്ങളെ വർഷിക്കുന്ന ഹേ അഗ്നി ഭഗവാനെ, അവിടുന്ന് ഈശ്വരനാകുന്നു. ആര്യനെന്നാൽ പ്രഭു. അവിടുന്ന് വിശ്വത്തെ, എല്ലാ ജീവജാലങ്ങളെയും കൂട്ടിയിണക്കുന്നു. ഇളയുടെ, ഇടയുടെ, ഭൂമിയുടെ സ്വസ്ഥാനത്തിരുന്നുകൊണ്ട് അവിടുന്ന് ജ്വലിക്കപ്പെടുന്നു, പൂജിക്കപ്പെടുന്നു. അങ്ങനെയുള്ള അങ്ങ് പ്രയാർത്ഥികളായ ഐശ്വര്യകാംക്ഷികളായ ഞങ്ങൾക്ക് വസുക്കളെ, സമ്പൽ സൗഭാഗ്യങ്ങളേകിയാലും. ഓം സംഘജ്ജത്വം സംവദത്വം സംവോ മനാംസി ജാനതാ ദേവാഭാഗം യഥാ പൂർവേ സംജാനാന ഉപാസതേ. നിങ്ങളെയെല്ലാം ഈ യജ്ഞത്തിൽ ഭാഗവാക്കാക്കുക. ഒരുമയോടെ ചരിക്കുക, ഐക്യത്തോടെ വർത്തിക്കുക, സൗഹൃദത്തോടെ ജീവിക്കുക, ഒരുമയോടെ സംസാരിക്കുക, പരസ്പര വിരോധമില്ലാതെ സൗഹൃദത്തോടെ സംഭാഷണത്തിലേർപ്പെടുക. നിങ്ങളുടെ മനസ്സ് ഒരുപോലെയായി തീരട്ടെ. എങ്ങനെയാണോ പൂർവന്മാരായ പുരാതനന്മാരായ ദേവന്മാർ ഐക്യമത്യത്തോടെ അവരവരുടെ ഭാഗത്തെ യജ്ഞാംശത്തെ സ്വീകരിച്ചത്, അപ്രകാരം നിങ്ങളും ഏകമതികളായി തീരുക. ഓം സമാനോ മന്ത്രസമിതി സമാനി സമാനം മനസഃ ചിത്തമേഷാം സമാനം മന്ത്രമഭിമന്ത്രയേവ സമാനേന വ ഹവിഷാ ജുഹോമി. നിങ്ങളുടെ എല്ലാ മന്ത്ര സ്തുതി ഒരുപോലെയായി തീരട്ടെ. എങ്ങനെയാണോ എന്തിനെയാണോ പ്രാർത്ഥിക്കുന്നത് അത് ഒരുപോലെയാകട്ടെ. ഗതി, ഗമനം,
ശുഭമായതും ഐക്യത്തോടെയുള്ളതുമായി തീരട്ടെ. ചിത്തവും മനസ്സും ഏകരൂപമായി തീരട്ടെ. മനസ്സിനും അന്ധകരണത്തിനും ഏകതയുണ്ടാകട്ടെ. മനോവ്യാപാരങ്ങൾ മനസ്സിനിണങ്ങിയതാവട്ടെ. നിങ്ങളുടെ മനസ്സിൻ്റെ ഐക്യത്തിനായി ഞങ്ങൾ മന്ത്രം കൊണ്ട് സ്തുതിക്കുന്നു. ഞങ്ങൾ സമാനമായ ഒരേ തരത്തിലുള്ള ഹവിസ് ഹോമിക്കുന്നു. ഓം സമാനീവ ആഗൂതി സമാനഹൃദയാനിവ സമാനമസ്തു ഗോ മനോ യഥാവ സുസഹാസതി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹേ യജമാനന്മാരെ, നിങ്ങളുടെ ആകൂതി, ഇച്ഛകൾ, സങ്കല്പങ്ങൾ, തീരുമാനങ്ങൾ ഏകവിധമായി തീരട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ഐക്യമുണ്ടാകട്ടെ. എങ്ങനെയാണോ നിങ്ങളുടെ മനസ്സ്, ചിത്തകൾ, മനോവൃത്തികൾ ശോഭനമായി തീരുന്നത്, അപ്രകാരം നിങ്ങൾ സമാന മനസ്കരായി ഭവിക്കട്ടെ. ഓം ശാന്തി ശാന്തി ശാന്തി.